Good evening, children. Last class we discussed about the Western Himalaya and the parts of Western Himalaya. Then now we have the second portion, that is Central Himalaya. Central Himalaya lies between River Kali to Teesta. River Kali to Teesta. And the Central Himalaya, the major portion of this lies in Nepal region. Okay. So this Himalayan region is also known as Nepal Himalaya. Major part of this, main portions of this mountains are in Nepal. That is why it is known as Nepal Himalaya. A small portion of this region is in India. That is in Sikkim region. Okay, so that Darjeeling region. Sikkim and Darjeeling, Western Sikkim region and Darjeeling region of India. Then we heard about Mount Everest, that is the highest peak of the world. This highest mountain peak, that is in Nepal Himalaya. Okay, in Indian side we have the highest peak, that is Mount Kanchenjunga. Okay, and Nadula Pass that connect India and China. These two things are in the border area of India and China. So the main thing you have to remember about the Central Himalayan region is that lies between River Kali and Teesta, and it is also known as Nepal Himalaya. Why it is so called? Because the major portion is in Nepal region. There we have the highest peak of the world, Mount Everest. Okay. Then Indian side, another important peak is there, that is Kanchenjunga. And what is the importance of Nadula Pass? That pass connect India and China, located in the border area of this region. Okay. This is about the Central Himalaya. അപ്പോൾ സെൻട്രൽ ഹിമാലയ എന്ന് പറയുന്നത് റിവർ കാളിക്കും റിവർ ടീസ്തയ്ക്കും ഇടയിലായിട്ടുള്ള ഹിമാലയത്തിൻ്റെ പോർഷനാണ്. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ സെൻട്രൽ ഹിമാലയയുടെ, അതായത് മധ്യ ഹിമാലയത്തിൻ്റെ മെയിൻ പാർട്ട് നേപ്പാളിലായതുകൊണ്ട് ഇതിനെ നേപ്പാൾ ഹിമാലയ എന്ന് നമ്മൾ വിളിക്കുന്നു. പിന്നൊരു പ്രത്യേകത എന്താണ്? ഹയസ്റ്റ് പീക്കായിട്ടുള്ള മൗണ്ട് എവറസ്റ്റ് ഈ നേപ്പാൾ ഹിമാലയയിലാണ്. ഓക്കെ. ഇന്ത്യൻ സൈഡിലാണെങ്കിൽ കാഞ്ചൻജംഗയുണ്ട്. അതേപോലെ നാദുല പാസിൻ്റെ പ്രത്യേകത ദാറ്റ് കണക്ട് ചൈന ആൻഡ് ഇന്ത്യ. ഇന്ത്യയുടെയും ചൈനയുടെയും ഇടയിലൊരു മൗണ്ടൻ പാസ്സാണ് നാദുല പാസ്. അതേപോലെ തന്നെ കാഞ്ചൻജംഗ പീക്ക്. ഇത് രണ്ടും ഇന്ത്യയുടെയും ചൈനയുടെയും ബോർഡറിലായിട്ട് കാണുന്ന കാര്യങ്ങളാണ്. ഇത്രയും പ്രത്യേകതകളാണ് നമ്മൾ സെൻട്രൽ ഹിമാലയത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ. Then can we move to the Eastern Himalaya, next portion? That the main features of this Eastern Himalaya. See, when we compare this Eastern Himalayas with the Western Himalaya or Central Himalaya, you can find out that this is what low hills. The height of this region is comparatively low. Okay. Then this mountain, that is this Eastern Himalaya, എക്സ്റ്റെൻസ് ഫ്രം റിവർ ടീസ്ത ടു ബ്രഹ്മപുത്ര. അപ്പോൾ ആദ്യം നമ്മൾ എങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഇൻഡസ് ടു കാളി, പിന്നെ കാളി ടു ടീസ്ത. ഇപ്പോൾ മൂന്നാമത്തെ പോർഷൻ കാളി ടു ടീസ്ത കഴിഞ്ഞാൽ ടീസ്ത ടു ബ്രഹ്മപുത്ര. ടീസ്ത ടു ബ്രഹ്മപുത്രയാണ് ഈസ്റ്റേൺ ഹിമാലയയുടെ എക്സ്റ്റൻഷൻ ഇൻ ബിറ്റ്വീൻ റിവർ ടീസ്ത ആൻഡ് ബ്രഹ്മപുത്ര. ഓക്കെ. ആൻഡ് ദിസ് റീജിയൻ ഈസ് ആൾസോ നോൺ as ആസാം ഹിമാലയ. ഈസ്റ്റേൺ ഹിമാലയ ഈസ് ആൾസോ നോൺ as Assam Himalaya. Why we call it so? Like this Nepal Himalaya, Nepal main portion ഉള്ളതുപോലെ ആസാം ഹിമാലയ എന്ന് പറയാൻ കാരണം ഈസ്റ്റേൺ ഹിമാലയൻ്റെ മെയിൻ പാർട്ട് എവിടെയാണുള്ളത്? ആസാമിൽ. സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ആസാം ഹിമാലയ. ഇവിടെയും ഒരു ഹയസ്റ്റ് പീക്ക് ഉണ്ട്, അതാണ് നംജ പർവ്വ, വിച്ച് ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഓഫ് ദിസ് ഈസ്റ്റേൺ ഹിമാലയ, നംജ പർവ്വത്. ഇനി ബ്രഹ്മപുത്ര റിവർ, അതായത് ടീസ്ത മുതൽ ബ്രഹ്മപുത്ര വരെയുള്ള സ്ഥലത്തിനാണ് ഈസ്റ്റേൺ ഹിമാലയ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രഹ്മപുത്ര ഓൾറെഡി അവിടെയുണ്ട്. പിന്നെ ബ്രഹ്മപുത്രയുടെ ട്രിബ്യൂട്ടറീസ് ആണ് കാമെ, ലോഹിത് ആൻഡ് സുബൻസിരി. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് റിവേഴ്സ് വിച്ച് ആർ ഫ്ലോയിങ് ത്രൂ ദിസ് ഈസ്റ്റേൺ ഹിമാലയൻ റീജിയൻ. ഓക്കെ. അപ്പോൾ ഈസ്റ്റേൺ ഹിമാലയ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈസ്റ്റേൺ ഹിമാലയ രണ്ട് റിവേഴ്സിൻ്റെ, ടീസ്തയുടെയും ബ്രഹ്മപുത്രയുടെയും ഇടയിലാണ്. ബ്രഹ്മപുത്രയുടെ ട്രിബ്യൂട്ടറി ആയിട്ടുള്ള കാമങ്, ലോഹിത്, സുബൻസിരി ഇവിടെയാണുള്ളത്. പിന്നെ ആസാമിൽ കൂടുതൽ ഭാഗമുള്ളത് കൊണ്ട് നമ്മളിതിനെ ആസാം ഹിമാലയ എന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ മറ്റ് ഹിമാലയൻ പോർഷനോട് കമ്പയർ ചെയ്യുമ്പോൾ ഹൈറ്റ് കുറവാണ്. പിന്നെ ഇവിടുത്തെ ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് നംജ പർവ്വയാണ്. ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് പൂർവാചൽ.
Himalayan mountains are seen as hills of lesser elevation in the north-south direction from Arunachal Pradesh up to Mizoram. These hills having an average elevation from 500 to 3000 meters above mean sea level and are known as Purvachal Hills. Purvachal Hills in the പ്രത്യേകത എന്താണ്? Compared to other Himalayan regions, the height is very less. Okay, and the height ranging from 500 to 3000 meters above mean sea level. That is the average height, 500 to 3000 meters from the mean sea level. Okay, അതൊരു പ്രത്യേക characteristic feature ആണ്. Height 500 to 3000 meters from the mean sea level. Second, this is not a continuous mountain chain. Broken hills are there. Okay, it comprises many hills. And the names of that hills are Pakayambam, Naga Hills, Mizo Hills and Manipur Hills. And a famous place, Cherrapunji, that lies in the windward side of this mountain. Okay, Khasi mountain, the windward side of Khasi mountain. Do you know what is this windward side and leeward side? The places lies on the path of wind. That is what windward side. So such places are getting heavy rainfall. And Cherrapunji is what? The highest rainfall receiving place in the world. Okay. And along with the Cherrapunji, this Mawsynram is also famous for rain. അപ്പോൾ നമ്മൾ പൂർവാചൽ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ, ഒന്നാമത് അത് ബ്രോക്കൺ ഹിൽസാണ്. രണ്ടാമത് അതിൻ്റെ ഹൈറ്റ് 500 മീറ്റർ മുതൽ 3000 മീറ്റർ വരെയാണ്. മൂന്നാമത്തെ ഒരു ഫീച്ചർ എന്ന് വെച്ചാൽ ചിറാപൂഞ്ചിയുടെ പ്രസൻസ് ആണ്. ഖാസി, സദേൺ പോർഷൻ ഓഫ് ഖാസി ഹിൽ, യു ക്യാൻ സീ ദിസ് ചിറാപൂഞ്ചി റീജിയൻ. ചിറാപൂഞ്ചി ആസ് വെൽ ആസ് മൗറസിൻഡം, both places are in southern slopes of Khasi mountain. Okay, Khasi hills, not mountain, Khasi hills. Then this region is also famous for tropical evergreen forest. Okay, tropical evergreen forest is a common vegetation of this Purvachal region because of the availability of high rainfall as well as temperature. Both are ideal for the growth of this forest. That is why tropical evergreen forests are found in this region. അപ്പോൾ ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് പൂർവാചൽ. അപ്പോൾ ഹൈറ്റ് മെൻഷൻ ചെയ്യണം, ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്, ഹയസ്റ്റ് റെയിൻഫോള്, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇതിനകത്ത് ഓർത്ത് വയ്ക്കേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് Figure 118, you can see the picture of a root bridge constructed by the local folk using braided trees root in order to cross turbulent streams. It is a clear evidence of harmonious coexistence of people with nature. അവിടെയുള്ള ആൾക്കാർ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ കോൺക്രീറ്റ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്റ്റീൽ യൂസ് ചെയ്തിട്ടൊക്കെ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ അവിടെയുള്ള ട്രീസ് മുഴുവൻ കളയേണ്ടി വരും, കട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒന്നും ചെയ്യാതെ അവിടെയുള്ള ട്രീസിൻ്റെ റൂട്ട് ഉപയോഗിച്ചിട്ടൊരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൺവേ പോസിബിൾ, അതായത് ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആവാൻ വേണ്ടിയിട്ട് അവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്? ബ്രിഡ്ജിന് പകരം ഒരു റൂട്ട് ബ്രിഡ്ജാണ് അവരവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഈ റൂട്ട് ബ്രിഡ്ജിൻ്റെ സ്പെഷ്യാലിറ്റി വിത്തൗട്ട് അഫക്റ്റിംഗ് ദ നേച്ചർ, വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദ നേച്ചർ ദേ കൺസ്ട്രക്റ്റഡ് ഇറ്റ്. ഓക്കെ, അതൊരു അട്രാക്ഷനാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഈ റീജിയനിലുള്ള മറ്റെങ്ങും കാണാൻ പറ്റാത്ത ഒരു പ്രത്യേകതയാണ് റൂട്ട് ബ്രിഡ്ജ്, പ്രസൻസ് ഓഫ് റൂട്ട് ബ്രിഡ്ജ്.